അപ്പോഴാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗ്ലോ സ്റ്റിക്സ് റെഡ് കളറായിരുന്നെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. അതായത് അവർ ശരിക്കും ഈ ഒരു വീട്ടിലുള്ളതല്ല, അവർ വേറൊരു റിയാലിറ്റിയിൽ നിന്ന് വന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവിടെ ഉണ്ടായിരുന്ന ആ ഒരു ബോക്സും പിന്നെ ആ ഒരു ബുക്കും എടുത്തിട്ട് മെല്ലെ ആരും കാണാണ്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ഇത് സംഭവം നേരത്തെ രണ്ട് ടീമും കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഓട്ടത്തിൽ സ്പ്ലിറ്റായിട്ട് കയറിയതാണ് ഇവർ. ഇതേ സമയമാണ് നമ്മുടെ മൈക്ക് ഇവരുടെ വീട്ടിലേക്ക് എവിടുന്നോ കയറി വരുന്നത്. ഇത് കണ്ട കെവിന് നീ എവിടെ പോയിട്ടായി വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മൈക്ക് പറയാണ്, ഞാൻ നേരെ ആ വീട്ടിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റേ മൈക്കിനെ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ട് അവിടെ ഇട്ടിട്ട് വരികയാണെന്ന് പറയാണ്. ഓ, അപ്പോൾ നീ അവിടെ പോയിട്ട് ഇപ്പോൾ എത്ര നേരമായിട്ടുണ്ടാവും? ഒരു 3/4 മണിക്കൂർ ആയിട്ടുണ്ടാവും. എന്തേ എടാ, നീ ഇവിടുന്ന് പോയിട്ട് ആ 5 മിനിറ്റ് ആയിട്ടുള്ളൂ എന്ന് കെവിൻ പറയാണ്. പക്ഷെ മൈക്ക് ഇവിടെ അത് കാര്യമാക്കണില്ല. കെവിൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു സമയം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന പുറത്തുനിന്ന് വന്ന ആ ഒരു അമീറും മക്കിയും ഈ വീട്ടിലത്തെ ബുക്കും ബോക്സൊക്കെ എടുത്തിട്ട് ആ ഒരു വീട് വിട്ടിട്ട് അവിടുന്ന് മറ്റേ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. നമുക്ക് കാര്യങ്ങളൊന്നുകൂടെ എളുപ്പത്തിന് നമ്മുടെ ആക്ച്വൽ ക്യാരക്ടേഴ്സിനെ ഒന്നായിട്ടും മറ്റവരനൊക്കെ രണ്ടായിട്ടും വിളിക്കാം. അതായത് അമീറും മക്കിയും ഹൗസ് 1 നിന്ന് ഹൗസ് 2 പോവാണ്. അങ്ങനെ അവർ പോയിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴാണ് അമീറും മക്കിയും ആ ഒരു വീട് വിട്ടിട്ട് ബുക്കും ബോക്സൊക്കെ എടുത്ത് അവിടുന്ന് പോയി എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കണത്. പക്ഷെ ഇവരെന്തിനാ ആ ഒരു ബുക്കും പിന്നെ ബോക്സൊക്കെ എന്തിനാ എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാകെ ഇവിടെ ടെൻഷനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ടെൻഷനായിട്ടിരിക്കണ ആ ഒരു സമയത്താണ് അവിടെ വീണ്ടും പവർ കട്ട് ആവണത്. പെട്ടെന്നാണ് വീടിൻ്റെ പുറത്തുനിന്ന് ആരോ വണ്ടിയുടെ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കണ സൗണ്ട് കേൾക്കണത്. അതുകൊണ്ട് തന്നെ അവർ മെല്ലെ ഗ്ലോ സ്റ്റിക്സ് എടുത്ത് പുറത്ത് പോയി നോക്കുമ്പോൾ അത് നമ്മുടെ മക്കയുടെ കാറായിരുന്നു. ഹൗസ് 2 ആരോ അതിലുണ്ടായിരുന്ന ആ ഒരു ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഓൾറെഡി ആ ഒരു ബുക്ക് എടുത്തതാണല്ലോ, പിന്നെ അവിടെ എവിടുന്ന ബുക്ക്? എന്തിനാവും ആ ഒരു ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ എമിലി അവളുടെ കാറിൽ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് നോക്കുകയാണ്. അവളങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അവളുടെ കാറിൽ നിന്ന് ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ നോക്കണതിൻ്റെ ഇടയിലാണ് ആ കാറിൽ അവളുടെ ഒരു റിങ് വീണ് പോയിരിക്കണതായിട്ട് കാണുന്നത്. അങ്ങനെ അതെടുത്തിട്ട് അവൾ കൈമിടുന്നുണ്ട്. പെട്ടെന്നാണ് അവിടേക്ക് കെവിൻ വന്നിട്ട് നീ എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കണത്. ഞാൻ എൻ്റെ കാറിൽ എന്തെങ്കിലും പോയോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാ, അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഈ റിങ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എമിലി അത് കാണിച്ചു കൊടുക്കണമുണ്ട്. നമ്മുടെ മക്കിയുടെ കാറിന് എന്താ പറ്റിയെന്ന് കണ്ടുപിടിച്ചോന്ന് കെവിനോട് ചോദിക്കുമ്പോൾ ഇത് കേട്ട കെവിന് ഇവളെന്തായി ചോദിക്കണമെന്ന് ആലോചിച്ചിട്ട് ഇവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എമിലി വീണ്ടും ചോദിക്കണുണ്ട്, നിങ്ങളെല്ലാവരും അല്ല അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്, എന്താ ഉണ്ടായെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ നമ്മുടെ കെവിന് അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാണ്ട് നേരെ അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് എമിലിക്ക് ഒരു കാര്യം മനസ്സിലാവണത്, അവിടെ വന്ന കെവിന് ആക്ച്വലി കെവിൻ 2 ആയിരുന്നെന്ന്. ഇത് മനസ്സിലാക്കണ നിമിഷം അവളൊന്ന് ഷോക്കായിട്ട് പോകുന്നുണ്ട്. ഇത് കാരണം അവളെ പേടിച്ചിട്ട് വേഗം തന്നെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ കയറിയ എമിലിനോട് അവിടെ ഉണ്ടായിരുന്ന കെവിന് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയിരിക്കുന്നത്? അപ്പോൾ എമിലി വീണ്ടും മറ്റേ കെവിനോട് പറഞ്ഞ കാര്യം തന്നെ പറയുന്നുണ്ട്, എൻ്റെ റിങ് കാറിൽ പോയിരിക്കുകയെന്ന്, അത് എടുക്കാൻ വേണ്ടി പോയതാന്ന് പറഞ്ഞിട്ട് ആ ഒരു റിങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അവിടേക്ക് മക്കിയും അമീറും വരുന്നുണ്ട്. ഇപ്പോൾ ഇവരോട് എല്ലാവരും ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ പോയി കളിക്കരുതെന്നൊക്കെ. അപ്പോൾ മക്കി പറയും, ഞാൻ ആ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ എൻ്റെ നെറ്റൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അവിടെ ആണെങ്കിൽ നിങ്ങളെപ്പോലെ എല്ലാവരും ഉണ്ടായിരുന്നെന്നൊക്കെ പറയുമ്പോൾ അവർ പറയാണ്, ഇത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ, എന്നിട്ട് ഞങ്ങൾ ബാൻഡേജൊക്കെ വെച്ച് തന്നതല്ലേ, പിന്നെന്താ? അപ്പോഴാണ് ലീ ഒരു കാര്യം നോട്ട് ചെയ്യണത്, ഈ ബാൻഡേജ് അല്ലല്ലോ, ഞാൻ ക്ലോത്ത് ബാൻഡേജ് അല്ലേ വെച്ചത്, ഇത് നോർമലാണല്ലോ. ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ട് നോക്കണ സമയത്ത് അവരുടെ കയ്യിലൊക്കെ റെഡ് ഗ്ലോ സ്റ്റിക്സ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വീട് മാറിയെന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് വന്നതാന്ന് മക്കി പറയാണ്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവണത് ഇവരാണ് ആ വീട് വിട്ടിട്ട് ഏറ്റവും ആദ്യം പോയ മക്കിയും അമീറും. അപ്പോൾ എമിലി ചോദിക്കുന്നുണ്ട്, നിങ്ങളായിരുന്നു ഈ വീടിൻ്റെ പുറത്തപ്പോൾ ലെറ്റർ ഒട്ടിച്ച് പോയത് കോൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്? ആക്ച്വലി അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പോയത്, ബട്ട് അവിടെ പോയി നോക്കുമ്പോൾ ഓൾറെഡി ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ ഒട്ടിച്ചില്ല, നേരെ തിരിച്ചു വന്ന്. അപ്പോഴാണ് എമിലി പറയണത്, നിങ്ങൾ ഒട്ടിച്ചില്ല, ഇവിടേക്ക് വന്ന മക്കി ഒട്ടിച്ചില്ല, ഇവിടെയും 2 ലെറ്റർ ഉണ്ട്, അവിടെയും 2 ലെറ്റർ ഉണ്ട്, ഇപ്പം തന്നെ ഓൾറെഡി 4 ലെറ്ററായി. എത്ര മക്കിയാണ് ശരിക്കും ഉണ്ടായിരുന്നത്, ഇത് മൊത്തം എത്ര റിയാലിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും ആകെ ടെൻസ്ഡ് ആവാണ്. അപ്പോഴാണ് ഇവർക്ക് വീണ്ടും ഒരു കാര്യം മനസ്സിലാവുന്നത്, നമ്മൾ പറഞ്ഞ പോലെ ആകെ ഹൗസ് 1ഉം ഹൗസ് 2ഉം മാത്രമല്ല, ആക്ച്വലി കുറേ അധികം റിയാലിറ്റീസ് ഉണ്ട് എന്നുള്ള സത്യം. അങ്ങനെ ഇവർ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ വീടിന് എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി വെക്കണം, ഇത്രയും കുറേ വീടുകളുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഏതാന്ന് തിരിച്ചറിയണം എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് തന്നെ ഇവരൊരു ബോക്സ് എടുക്കുന്നുണ്ട്, കൂടെ തന്നെ ഇവരുടെ ഓരോ ഫോട്ടോസും എടുക്കുന്നുണ്ട്. അപ്പോൾ അമറിൻ്റെ ഫോട്ടോ മാത്രം അതിലുണ്ടായിരുന്നില്ല, അപ്പോൾ അവിടെ വെച്ച് തന്നെ അമറിൻ്റെ ഒരു ഫോട്ടോയും എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മറ്റേ ഡൈസ് ഇല്ലേ, അത് ഓരോരുത്തരും കറക്കിയിട്ട് കിട്ടുന്ന നമ്പർ ഓരോരുത്തരുടെ ഫോട്ടോയിൽ എഴുതി വെക്കണം. ഇവരാണെങ്കിൽ ഈ ഒരു ബ്ലൂ ഗ്ലോ സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ആ ഫോട്ടോയുടെ ബാക്കിലും ബ്ലൂ കളർ പെന്ന് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഇനി റാൻഡം ആയിട്ട് ഒരു സാധനം കൂടി വെക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഉണ്ടായിരുന്ന ഒരു ബ്ലൂ കളർ പോസ്റ്റൽ കൂടെ എടുത്ത് വെക്കുന്നുണ്ട്.
മുമ്പ് നമ്മൾ ഈ പിങ് പോങ് പാഡിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ ഒരു റാൻഡം ഒബ്ജക്റ്റ് ഇവർ വെക്കുകയാണ്. അങ്ങനെ ഇവർക്ക് കുറച്ച് സമാധാനമായി. വീട് മാർക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കാൻ പോണ സമയത്താണ് എമിലി മാത്രം അവിടെ ഇരുന്നിട്ട് നമുക്ക് മുമ്പ് കിട്ടിയ ഫോട്ടോയുടെ ബാക്കിൽ ഉണ്ടായിരുന്ന നമ്പേഴ്സും ഇപ്പോൾ ഡൈസ് ഇട്ട് കിട്ടിയ നമ്പേഴ്സും ഒന്ന് നോക്കി നോക്കാന്ന് പറഞ്ഞിട്ട് വെറുതെ ആ ഒരു ബുക്ക് എടുത്ത് നോക്കുകയാണ്. അപ്പോഴാണ് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ കാണുന്നത്. എന്താന്ന് വെച്ചാൽ നേരത്തെ അവിടെ റെഡ് കളറിൽ എഴുതിയ കാര്യം ഇപ്പൊ നോക്കുമ്പോൾ ഗ്രീൻ കളറിൽ. അത് നോക്കിയിട്ട് എമിലി നേരെ റെഡ് പെന്ന് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ തന്നെ വീണ്ടും ഇപ്പോൾ കിട്ടിയതൊക്കെ എഴുതി വെക്കുന്നുണ്ട്. എന്നിട്ട് 2 നമ്പേഴ്സും അവൾ മാച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മുടെ ലീക്കും ചക്കിക്കും മുമ്പ് കിട്ടിയ സെയിം നമ്പേഴ്സ് തന്നെയാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഈ വീട്ടിൽ ശരിക്കുള്ള ആൾക്കാർ ലീയും ചക്കിയുമാണ്. ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ റിയാലിറ്റീസ് ഉള്ളവരാണ്. ഒരു വട്ടം പുറത്തിറങ്ങിയാൽ പിന്നെ ഫുള്ള് വീട് മാറണോണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ ഓരോരോ വീട്ടിലാണ്. ഇതേ സമയം തന്നെ നമ്മുടെ മക്കി എത്ര റിയാലിറ്റീസ് ഒക്കെ ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫോണിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മക്കിയുടെ ഫോൺ ക്രാക്ക് ആയിട്ടില്ല. ശരിക്കുള്ള നമ്മുടെ മക്കിയുടെ ഫോണ് പൊട്ടിയിരിക്കണത് ആദ്യത്തെ ഒരു സീനിൽ നമ്മൾ കണ്ടതായിരുന്നു. ഇതേ സമയം കാര്യങ്ങളൊക്കെ എമിലി മൈക്കിനോട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആരും ഈ ഒരു റിയാലിറ്റിയിലുള്ളവരല്ല, നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ്. പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല ഡാർക്കാണെന്ന് നമ്മൾ പറയാറില്ലേ, ആ ഡാർക്കിലൂടെ കടക്കുമ്പോഴാണ് ഈ റിയാലിറ്റീസൊക്കെ മാറുന്നത് എന്ന് നമ്മൾ പറയാണ്. അങ്ങനെ നീ പറയണതൊക്കെ ശരിയാണെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് പോയാൽ ഇനി കൂടുതൽ പ്രശ്നമാവുള്ളൂ. നമുക്കൊന്നും മാറ്റാൻ പറ്റൂല. നമുക്ക് എന്തായാലും ഞാൻ പഴയ വീട് കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പോൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് മൈക്ക് പറയാണ്. ഇതേ സമയം തന്നെയാണ് ഇവരുടെ വീടിൻ്റെ പുറത്ത് വീണ്ടും ആരോ ലെറ്റർ ഇട്ടിട്ട് പോണത്. അപ്പോൾ മക്കി പോയിട്ട് അതെടുത്ത് വായിക്കണമുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈക്ക് നേരത്തെ ഒരു അഫയറിൻ്റെ കാര്യം പറഞ്ഞിട്ട് പ്രശ്നമാക്കി മക്കിനെ പ്രാന്താക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതേ സെയിം ലെറ്റർ വേറൊരു റിയാലിറ്റിയുള്ള മൈക്ക് ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. ചക്കിക്കും മൈക്കിനും മുമ്പ് റിലേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം കേൾക്കുമ്പോൾ മക്കിക്ക് ആകെ ടെൻഷനും ദേഷ്യമൊക്കെ വന്നിട്ട് ആകെ പ്രശ്നമാക്കാൻ തുടങ്ങും. നമ്മൾ ആരും ആക്ച്വലി ഈ ഒരു വീട്ടിലുള്ളവരല്ല, നമ്മൾ ഓരോരുത്തരും ഓരോ റിയാലിറ്റിയിൽ നിന്ന് വന്നവരാണ്. ഇവിടെ നിൽക്കുന്ന ചക്കി നിൻ്റെ വൈഫും അല്ല, ഈ ഞാൻ നിൻ്റെ ഫ്രണ്ടും അല്ല, ഇവിടെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പോലും ഇല്ല. അങ്ങനെയൊക്കെ മൈക്ക് നമ്മുടെ എമിലി പറഞ്ഞ പോലെ തന്നെ പറയാണ്. ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്ക് മക്കിനോട് നിൻ്റെ മൊബൈലൊന്ന് കാണിക്കുമെന്ന് പറയാണ്. മക്കി അങ്ങനെ മൊബൈൽ കാണിക്കുമ്പോൾ അത് പൊട്ടിയിട്ടുമില്ല. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ ഫോണല്ലേ നേരത്തെ ക്രാക്കായത്, ഇപ്പോൾ ഒരു പ്രശ്നം കാണാമല്ലോ. എൻ്റെ അല്ലല്ലോ പൊട്ടിയത്, എമിലിയുടെ ഫോണല്ലേ പൊട്ടിയത് എന്ന് മക്കി തിരിച്ച് പറയാണ്. അപ്പം മക്കിനോട് അവർ നമ്മൾ ആ ഒരു ബോക്സ് തുറക്കുന്ന സമയത്ത് നീ ഒരു റാൻഡം ഒബ്ജക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതെന്തായിരുന്നെന്ന് ചോദിക്കുകയാണ്. അപ്പം മക്കി അത് സ്റ്റാപ്ലർ ആയിരുന്നെന്ന് പറയാണ്. എമിലി ലോറിയും കെവിനും ഞങ്ങൾക്ക് പിങ് പോങ് പാഡിലാണെന്ന് പറയാണ്. മൈക്കാണെങ്കിൽ നാപ്കിൻ ആയിരുന്നു എൻ്റെ ബോക്സിലെന്ന് പറയും. ചക്കിയും ലീ ആണെങ്കിൽ വേറെ എന്തോ ഒരു ഒബ്ജക്റ്റിൻ്റെ പേരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ഒരാൾ പോലും ഈ റിയാലിറ്റിയുള്ളവരല്ല എന്നുള്ള കാര്യം ആ നിമിഷം എല്ലാവർക്കും മനസ്സിലാവാണ്. ഇതേ സമയം ആകെ ദേഷ്യം പിടിച്ചിരിക്കണം മക്കി. അപ്പോൾ ഒറിജിനൽ റിയാലിറ്റിയുള്ള എൻ്റെ വൈഫും പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചീറ്റ് ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുകയാണ്. ഇതൊന്ന് നൈറ്റ് നടക്കുന്ന കാര്യമാണ്, ബട്ട് ഞങ്ങളുടെ 2 പേരുടെ റിലേഷൻഷിപ്പ് അതെല്ലാ റിയാലിറ്റിയിലും സംഭവിക്കുന്ന കാര്യമാണെന്ന് മൈക്ക് പറയാണ്. ഇത് കേട്ടതും മക്കി ആകെ പ്രാന്ത് പിടിച്ച് മൈക്കിൻ്റെ ചെള്ളം ഒക്കെ ഒന്ന് പൊട്ടിക്കുകയാണ്. അതിനുശേഷം അവനെ കുറേ ഇടിക്കുന്നുമുണ്ട്. കെവിനും അമ്മറും ഒക്കെ കൂടി മക്കിനെ പിടിച്ചു മാറ്റാനും നോക്കുന്നുണ്ട്. അപ്പണ്ട് പെട്ടെന്ന് വേറൊരു റിയാലിറ്റിത്തെ മൈക്ക് വന്നിട്ട് ഇവിടുത്തെ മൈക്കിനെ കയറി വന്ന് അടിക്കണ്. ആ മൈക്കിൻ്റെ കയ്യിലാണെങ്കിൽ ഗ്രീൻ ഗ്ലോ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ റിയാലിറ്റിത്താണെന്ന് മനസ്സിലായി. എല്ലാവരും കൂടി അവിടേക്ക് വന്ന മറ്റേ മൈക്കിനെ പെരുമാറാൻ നിൽക്കുമ്പോഴത്തേനും ആ മൈക്ക് 2 വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അടി കുറേ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ മൈക്കിൻ്റെ ബോധം പോയിട്ട് അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. അവിടുത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് പേടിച്ച് ടെൻഷനായിട്ട് ചക്കയുടെ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ട്. അതേസമയം തന്നെ ഇവളുടെ ആ ബ്ലഡ് കണ്ടിട്ട് ലോറി ആണെങ്കിൽ പിടിച്ച പോലെ കിടന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ ലോറിക്ക് ബ്ലഡ് വല്ല അലർജിയോ പേടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കൂലേ. അപ്പോൾ കെവിൻ ലോറിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അടി കിട്ടിയിട്ട് ബോധം പോയൊന്ന്, ഒരു ഭാഗത്ത് അടിക്കാൻ വേണ്ടി നിൽക്കണമെന്ന്, പിന്നെ പിടിച്ച പോലെ വേറൊരെണ്ണം. ഇതൊക്കെ കൂടിയിട്ട് ആ വീട്ടിൽ ആകെ മൊത്തം പ്രശ്നം ബഹളമൊക്കെ ആയിട്ട് എമിലി നേരെ മെല്ലെ പോയിട്ട് ആ ഒരു വീടിൻ്റെ ഡോറ് പോയിട്ട് തുറക്കുന്നുണ്ട്. അപ്പോൾ കെവിന് എമിലി നീ എവിടേക്കാ പോണേന്ന് ചോദിക്കുമ്പോഴാണ് എമിലി കാണുന്നത് നമ്മുടെ മക്കി ആദ്യം ഒട്ടിച്ചില്ലേ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ലെറ്റർ, അതിപ്പോൾ വേറൊരു റിയാലിറ്റിത്തെ മക്കി വന്നിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എമിലി ആകെ പ്രാന്ത് പിടിച്ചിട്ട് ആ ഒരു വീട് വിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ പുറത്തു കൂടെ നടന്നു പോണ നമ്മുടെ എമിലി ഓരോ വീടും നോക്കി നോക്കി അവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെ നോക്കി മെല്ലെ മെല്ലെയാണ് നടന്നു പോണത്. അങ്ങനെ നോക്കി പോണ സമയത്ത് കാണുന്ന എല്ലാ വീട്ടിലും ഓരോ പ്രശ്നങ്ങൾ. ഒരു വീട്ടിൽ 2 എണ്ണത്തിന് ചെയറിൽ കെട്ടിട്ടിരിക്കുന്നു, വേറെ ഒരെണ്ണത്തിൽ തല്ല് പിടിക്കണുണ്ട്. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. എമിലി അങ്ങനെ പോണ സമയത്താണ് ഒരു വീട്ടിൽ മാത്രം നല്ല ഹാപ്പി ആയിട്ട് സ്നേഹത്തോടും സന്തോഷത്തോടും ഉള്ള ഒരു ജീവിതം കാണുന്നത്. ഇവളെന്തായാലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് ശ്വാസം മുട്ടി നിൽക്കുന്ന സമയത്ത് ഈ ഒരു വീട് കാണുമ്പോൾ ഒരു നിമിഷം ഈ വീട്ടിലേക്ക് കയറിയാലോ എന്ന് ആലോചിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ഓൾറെഡി വേറൊരു എമിലി ഉണ്ട്.
അവള് പിന്നെ ഒന്നും നോക്കിയില്ല, ആ ഒരു വീട്ടിലേക്ക് തന്നെ കയറുകയാണ്. ഇവിടുന്ന് മുതൽ ഇനി 2 എമിലി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരിക്കുള്ള എമിലിനെ എമിലി 1 ആയിട്ടും മറ്റേനെ എമിലി 2 ആയിട്ടും വിളിക്കാം. അപ്പോൾ ഇവിടെ എമിലി ആ ഒരു ഡ്രഗ് ബോട്ടിൽ എടുത്തിട്ട് നേരെ പുറത്തിറങ്ങിയിട്ട് പുറത്തുണ്ടായിരുന്ന ആ ഒരു കാറിൻ്റെ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് സൗണ്ട് ഉണ്ടാക്കുകയാണ്. അതായത് മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു കാറിൻ്റെ ഗ്ലാസ് വേറെ ഒരു റിയാലിറ്റിയിൽ നിന്ന് വന്ന ആരോ അടിച്ച് പൊട്ടിച്ച് എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണിപ്പോൾ ഇവിടെ കാണിച്ചത്. ആക്ച്വലി അത് എമിലി ആയിരുന്നു. അപ്പോൾ ആ ഒരു സൗണ്ട് കേട്ടിട്ട് വീട്ടിലുള്ള എല്ലാവരും പുറത്തിറങ്ങിയിട്ട് മക്കയുടെ കാറിൻ്റെ ചുറ്റും അടിച്ച് പറക്കി നോക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്നൊക്കെ അറിയാൻ. അപ്പോൾ ആ വീട്ടിൽ ഉണ്ടായിരുന്ന എമിലി 2 നേരെ അവളുടെ കാറിന് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നേരെ അവളുടെ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ എമിലി 1 ആ ഡ്രഗ് എടുത്തിട്ട് ഒരു ചെറിയ തുണിയിലാക്കിയിട്ട് എമിലി 2നെ കൊണ്ട് അത് സ്മെല്ല് ചെയ്യിപ്പിച്ചിട്ട് അവളെ ബോധം കെടുത്താണ്. എന്നിട്ട് നേരെ അവളെ എടുത്തിട്ട് വണ്ടിയുടെ ഡിക്കിലും കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നേരെ എമിലി 2ൻ്റെ ഉണ്ടായിരുന്ന ആ ഒരു സ്വെറ്റർ എടുത്തിട്ടിട്ട് അവൾ നേരെ ആ ഒരു വീട്ടിലേക്ക് കയറുകയാണ്. നീ എവിടെ നിന്നിട്ട് ഇത്രയും നേരം, നിന്നാണ് ഇവിടെ എല്ലാവരും തിരയണേന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് വിളിക്കുകയാണ്. അകത്ത് കയറി അവളോട് നീ എവിടെ പോയിരിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മുടെ എമിലി 1 ഞാൻ എവിടെയും പോയില്ല, ഞാൻ കാറിൽ എൻ്റെ റിങ് കളഞ്ഞു പോയത് എടുക്കാൻ പോയതാന്ന് അവളും പറയുന്നുണ്ട്. റിങ് എടുക്കാൻ എത്ര ടൈം? അല്ല അത് ഞാൻ ആ കോമറ്റൊക്കെ അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് കൺവിൻസ് ആക്കാണ്. ആണോ, എന്നാ വാ നമുക്ക് എല്ലാവർക്കും കൂടെ ആ കോമറ്റ് പോണത് പോയി കാണാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ആ കോമറ്റ് പോണത് നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെയാണ് നമ്മുടെ കാറിൻ്റെ ഡിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട എമിലി 2 വീടിൻ്റെ അകത്തേക്ക് കയറി പോണത് എമിലി 1 കാണുന്നത്. അതുകൊണ്ട് തന്നെ എമിലി 1 നേരെ പോയിട്ട് എമിലി 2ൻ്റെ തലക്കടിച്ച് കൊന്നിട്ട് അവിടുത്തെ ഒരു ബാത്ത് ടബിൽ കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ ആ ഒരു അടിപിടിക്കിടയിൽ എമിലി 1ൻ്റെ കയ്യിലുണ്ടായിരുന്ന റിങ് പെട്ടെന്ന് കാണാണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ മറ്റേ എമിലി 2ൻ്റെ കയ്യിലുണ്ടായിരുന്ന റിങ് എടുത്തിടുകയാണ്. ആക്ച്വലി എമിലി 1ൻ്റെ കയ്യിൽ നിന്ന് പോയ ആ ഒരു റിങ് അവിടെ താഴത്തെ തന്നെ ഉണ്ടായിരുന്നു, അത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ബാത്റൂമിൽ നിന്ന് വരുന്ന നമ്മുടെ എമിലി പെട്ടെന്ന് അങ്ങോട്ട് ബോധം കെട്ട് വീഴാണ്. എമിലി എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ എല്ലാവരും എടുത്ത് പൊക്കുന്നുണ്ട്. അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണത് എമിലി ബെഡിൽ കിടക്കുന്നുണ്ട്. അവിടെ ആണെങ്കിൽ രാവിലെ അയക്കണം. അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് കിച്ചണിൽ പോയി നോക്കുമ്പോൾ അവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇനി ആ ബോഡി എന്തായി നോക്കാന്ന് പറഞ്ഞ് ബാത്ത് ടബിൽ പോയി നോക്കുമ്പോണ്ട് അവിടുന്ന് നമ്മുടെ ചക്കി കുളിച്ചിട്ട് ഇറങ്ങി വരണേ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ബോഡി ഉണ്ടെങ്കിൽ ചക്കി ഇങ്ങനെ കുളിച്ച് ഇറങ്ങി വരുമൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ ഒന്നുമില്ല, എല്ലാ പ്രശ്നവും തീർന്നെന്ന് സമാധാനിച്ചിട്ട് അവൾ നേരെ പുറത്തിറങ്ങിയിട്ട് ആലോചിക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായത്, എന്തെങ്ങനെയൊക്കെ സംഭവിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ നേരെ നമ്മുടെ മക്കയുടെ കാറിൻ്റെ മുമ്പിൽ എത്തുകയാണ്. കാറിൻ്റെ ഉള്ളിൽ നോക്കുമ്പോണ്ട് ഒരു എൻവലപ്പ്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാലോ, ആ ബുക്ക്. പക്ഷെ അത് പൊട്ടിക്കാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആ സമയം അവിടേക്ക് വന്ന കെവിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് ഇന്നലെ പറ്റിയത്, പെട്ടെന്ന് ബോധം കിട്ടി വീഴുകയൊക്കെ ചെയ്തല്ലോ. എന്നിട്ട് കെവിൻ നേരെ ആ ഒരു റിങ് കാണിച്ചിട്ട് ഇത് നിൻ്റെ അല്ലേ, ബാത്റൂമിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എമിലി അത് വാങ്ങിയിട്ട് നോക്കുമ്പോൾ ഓൾറെഡി അവളുടെ കയ്യിൽ വേറെ ഒരു റിങ്ങും ഉണ്ട്. ഇതേ സമയം തന്നെയാണ് നമ്മുടെ കെവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ആരാന്ന് നോക്കുമ്പോണ്ട് അത് എമിലിയുടെ നമ്പർ. നീ ഇവിടെ നിൽക്കണ്ടല്ലോ, പിന്നെ ആരാ വിളിക്കണമെന്ന് കെവിൻ ചോദിച്ചിട്ട് ആ ഒരു കോൾ എടുക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം ആ ഫോണിൽ വർത്താനം പറഞ്ഞ് നമ്മുടെ കെവിന് എമിലിനെ നല്ലോണം തുറിച്ച് നോക്കിയിട്ട് അങ്ങനെ നിന്ന് പോവാണ്. എമിലി ആണെങ്കിൽ എല്ലാതും ഇവൻ മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ ഒരു നോട്ടം അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും അങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. എത്ര നേരം ഇരുന്ന് അറിയോ എൻ്റെ പൊന്നോ, കുറച്ച് കാലം മറ്റേ ഡാർക്ക് തിയറീസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ വലിയ വീഡിയോ ചെയ്യുമ്പോൾ നാട്ടൊക്കെ വേനിക്കാൻ തുടങ്ങി. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. സത്യം പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഒരു വട്ടം കണ്ടാലും എന്തായാലും ഈ ഒരു മൂവി കത്താൻ പോണില്ല. ഇനിയിപ്പോൾ അത്രക്കും മൈൻഡ് ഷാർപ്പായി കോൺസെൻട്രേറ്റ് ചെയ്യണ ഒരാളൊക്കെ ആണെങ്കിൽ പിന്നെ മനസ്സിലാവും. ഇതിനിപ്പോൾ എനിക്കാകെ ഡൗട്ടായൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിന് നേരെ മക്കിയുടെ നിന്നൊരു അടി കിട്ടിയിട്ടിരിക്കൂലേ, ആ സമയത്ത് വേറെ റിയാലിറ്റിയുള്ള മൈക്ക് കൂടി വന്നിട്ട് പൂശണില്ലേ, അതെന്തിനാണാവോ? അവിടെയാണ് ഒരു ഡൗട്ട്. നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യും. പിന്നെ ഇനി ഏതായാലും മൂവി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലും കമൻറ്റ് ഇട്ടോളി. ഇനിയിപ്പോൾ എന്തായാലും അടുത്തൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡാർക്ക് തിയറി ആയിട്ട് വരാം.